അറിയും. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 13-ാം അധ്യായമായിട്ടുള്ള ക്ഷേത്രജ്ഞ വിഭാഗ യോഗം എന്ന വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് നമ്മൾ ചിന്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ ശരീരത്തെ, അർജുന, എൻ്റെയും നിൻ്റെയും ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്ന ഒരു വലിയൊരു നമ്മളെ ചിലരെ സംബന്ധിച്ച് അത്തരം ജ്ഞാനമൊക്കെ ഈ എത്രയോ കാലങ്ങളായി ക്ഷേത്രങ്ങളിൽ പോയി തൊഴുതു ഇങ്ങനെ വരുന്നു എന്നുള്ളതും, അതുപോലെ ഇതര മതസ്ഥരെ സംബന്ധിച്ച് എന്താണ് ഹിന്ദുമതത്തിലെ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ ക്ഷേത്രസങ്കല്പം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങളിലൂടെ അടുത്തറിയുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പലപ്പോഴും നമുക്ക് തോന്നാറുള്ളത് സമൂഹത്തിൽ ഈ മനസ്സിലാകായിക അല്ലെങ്കിൽ മനസ്സിലാക്കലില്ലായിക, അറിയാതിരിക്കുക. അങ്ങനെ അറിയാതിരിക്കുമ്പോഴാണ് അവനവന് ഓരോന്ന് കൽപ്പിച്ചു കൂട്ടുന്നതും അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ മറ്റുള്ളവരൊക്കെ പറഞ്ഞു തരുന്നതിൽ നിന്ന് ഈ അപരമതവിദ്വേഷങ്ങളും പരിഹാസങ്ങളും ഇതൊക്കെ ഉണ്ടാവുന്നത് അറിവില്ലായ്മയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഈ ക്ഷേത്രം ശരീരമാണ് എന്നൊരറിവ് ഉണ്ടാകുന്ന സമയത്ത് ഈ ക്ഷേത്ര ദർശനവും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ എന്താണ് ക്ഷേത്രം എന്നുള്ളത് കൂടുതൽ അറിയുന്നതൊക്കെ ഓരോരുത്തരെ സംബന്ധിച്ചും വളരെ താല്പര്യം ജനിപ്പിക്കുന്ന ഒന്നാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ 24 തത്വങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ 7 വികാരങ്ങളോട് കൂടിയിട്ടുള്ള മനുഷ്യ ശരീരത്തെ, ആ ശരീരത്തെ തന്നെയാണ് ക്ഷേത്രമെന്നും സർവ്വശരീരങ്ങളിലും ക്ഷേത്രജ്ഞനായിരിക്കുന്നത്, ജ്ഞപ്തിയായി അറിവായിരിക്കുന്നത്. ചോദ്യം ചോദിച്ചിരുന്നു, ജീവജാലങ്ങളെ സംബന്ധിച്ച് മാത്രമാണോ ക്ഷേത്രം എന്ന് പറയുന്നത്, അല്ലാത്ത ജീവനില്ലാത്തതിൽ ക്ഷേത്രസങ്കല്പവും ഇല്ലേ എന്നുള്ളത്? ഇല്ലേ, ഇവിടെ ഭഗവാൻ ജീവനുള്ളതിൻ്റെ കാര്യമാണ് പറയണം. കാരണം അവിടെ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് ജ്ഞപ്തിയാണ്, അറിവാണ്. ആ അറിവിൽ ഞാൻ എന്ന ബോധമുണ്ട്. അത് ഏത് ജീവജാലങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇവിടെ ജീവജാലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് മനുഷ്യനെക്കുറിച്ച് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളെയും. അപ്പോൾ 24 തത്വങ്ങളെക്കുറിച്ച് നമ്മളിവിടെ വിസ്തരിച്ച് പറയുക തന്നെ ഉണ്ടായിട്ടുണ്ട്. 5 മഹാഭൂതങ്ങൾ, അതുപോലെ തന്നെ അഹങ്കാരം, ബുദ്ധി, അവ്യക്തം, ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ചേർത്ത് 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഇന്ദ്രിയ വിഷയങ്ങൾ, ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികളാകുന്ന ഇന്ദ്രിയ വിഷയങ്ങൾ, ഇത്രയും ചേർന്ന് കഴിഞ്ഞാൽ 24 തത്വങ്ങളായി. ആ 24 തത്വങ്ങൾക്കൊപ്പം തന്നെ ഇച്ഛാദ്വേഷ സുഖം ദുഃഖം സംഘാതം ചേതന ധൃതി സവികാരം ഏതത് ക്ഷേത്രം സമാസേന ഉദാഹൃതം തുടങ്ങിയിട്ടുള്ള 7 വികാരങ്ങൾ എന്തൊക്കെയാണ്? ആഗ്രഹം, അതുപോലെ തന്നെ ദ്വേഷം, ഇഷ്ടാനിഷ്ടങ്ങൾ, സുഖദുഃഖം, ഇന്ദ്രിയ സമ്പർക്കം, ജീവൻ, ഓജസ്, ഇത്രയും 7 വികാരങ്ങളെക്കുറിച്ച്, സൂക്ഷ്മതലത്തിലുള്ള 7 വികാരങ്ങളും അതുപോലെ 24 തത്വങ്ങളും ചേർന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം എന്ന് പറഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട ജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങൾ പറയുകയാണ്. 20 ലക്ഷണങ്ങളാണ് ജ്ഞാനത്തിന് ഗീത ഇവിടെ 8, 9, 10, 11, 12 ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്നത്. 8, 9, 10, 11, 12 ഇത് ഒരുമിച്ചാണ് ഈ ശ്ലോകം ഇത് അന്വയിപ്പിക്കേണ്ടത്. കാരണം അത്രയും തത്വങ്ങളാണ്. ഓരോരോ മൂല്യങ്ങളെക്കുറിച്ച് പറയുക, 20 മൂല്യങ്ങളെക്കുറിച്ച് പറയുക. അതെന്താണ്? ജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങളാകുന്നു എന്ന് പറയാം. അപ്പോൾ എന്താണ് ക്ഷേത്രം, എന്താണ് ക്ഷേത്രജ്ഞൻ? അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന മനോഭാവം എന്തായിരിക്കണം? നാം നമ്മുടെ അകത്തേക്ക് തന്നെയാണ് പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിനകത്ത് പോയി ഈ തൊഴുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ കണ്ണടച്ചു പോകുന്നത്. എന്തുകൊണ്ടാണ്? ആ മുഖ്യ പ്രതിഷ്ഠയുടെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ കണ്ണടയ്ക്കുക ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഉള്ളിലേക്കുള്ള ആ ശരീരത്തിന് മുഴുവൻ അധിഷ്ഠാനമായിരിക്കുന്ന അതിനെ അറിയാനുള്ള ഒരു ശ്രമമാണ്. അതും ഈ ക്ഷേത്രത്തിനകത്തെ പ്രതിഷ്ഠയുമായിട്ടുള്ള ഒരു സംവേദനത്തിന്
അപ്പോൾ ഈ ബാഹ്യമായ ഈ പ്രതിഷ്ഠ ഈ അകത്തിരിക്കുന്ന പ്രതിഷ്ഠയെ നമ്മുടെ ഓരോരുത്തരുടെയും സ്വരൂപമായിരിക്കുന്ന ഗീത പറഞ്ഞ ക്ഷേത്രജ്ഞനെ അറിയാൻ സഹായിക്കും. അങ്ങനെയാണ് വേണ്ടത്. അവിടെ പിന്നെ നമ്മൾ അത് വെറും ഒരു വ്യാപാര സ്ഥാപനമായി, പിന്നെ ഈ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും കേന്ദ്രമായി, നമ്മളെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. അതൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതിൻ്റെ ശരിയായ അറിവ് എന്താന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ അറിവിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മുടെ പ്രയത്നം കൊണ്ട് നേടിയെടുക്കേണ്ടുന്നതാണ്. നന്നായി പഠിച്ചാൽ, ശ്രദ്ധയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ, മര്യാദയ്ക്കാണ് അത് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പരീക്ഷയിൽ മാർക്ക് കിട്ടും. അതിങ്ങനെ പ്രാർത്ഥിച്ച് കിട്ടുന്നതല്ല. അത് ജോലിയാണെങ്കിലും പെൻഷനാണെങ്കിലും വിവാഹമാണെങ്കിലും എല്ലാം തന്നെ. അങ്ങനെ ഇങ്ങനെ ഇവിടെ പോയി നിരന്തരം പ്രാർത്ഥിച്ച് അവിടെ ആ വഴിപാട് നടത്തി ഇത് നടത്തിയിട്ടൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ കിട്ടാതിരിക്കുമ്പോഴോ എപ്പോഴും അങ്ങനെ ദൈവം കേൾക്കൂല. ദൈവത്തിനും അറിയാം എനിക്കത് ആവശ്യം ഉള്ളതല്ല എന്ന്. ഇങ്ങനെ ഉടായ്പകളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അതികഠിനമായ ഒന്നാണത്. കാരണം ഈ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നമ്മുടെ ഉള്ളിൽ നിന്ന് ഉന്മൂലനം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അതുമായിട്ട് ഭയങ്കരമായിട്ട് പൊരുത്തപ്പെട്ടിരിക്കുക. അത് വലിയ ബുദ്ധിമുട്ടാണ്. നമുക്കതിനെ എടുത്തു മാറ്റുക എന്ന് പറയുന്നു. അതാണ് ഈ ശിലയിൽ ഈ എന്താ പറയുക, അനാവശ്യമായ ഭാഗങ്ങളെ ശില്പി എടുത്തു മാറ്റിക്കഴിയുമ്പോൾ അതൊരു കൃഷ്ണ വിഗ്രഹമോ ഏതെങ്കിലും ഒരു ദേവൻ്റെ വിഗ്രഹമായി മാറുമ്പോൾ അത് ആരാധനയ്ക്ക് യോഗ്യമാകുന്നു. എപ്പോഴാണ് അതിൽ അനാവശ്യമായ കുറേ ഭാഗങ്ങളുണ്ട്, അതിനെ ശില്പി എടുത്തു മാറ്റുന്നു. പുതുതായിട്ട് ശിലയിലേക്ക് ഒന്നും ശില്പി കൊണ്ടുവരുന്നില്ല. അതിൽ ശില്പി കാണുന്ന സമയത്ത് ഇതൊക്കെ ആവശ്യമില്ലാത്തത് അതൊക്കെ എടുത്തു മാറ്റുമ്പോൾ അതിൻ്റെ രൂപം മനോഹരമാകുന്നു. മറ്റുള്ളവരതിനെ ആരാധിക്കുന്നു. നമ്മളിലും ഇതുപോലെ തന്നെയാണ്. കുറേ അനാവശ്യമായിട്ടുള്ളതൊക്കെ ഉണ്ട്, അതിനൊക്കെ എടുത്തു മാറ്റിക്കഴിഞ്ഞാലോ. അതുകൊണ്ടാണ് ചിന്മയാൻ സ്വാമികൾ ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിന് സ്വാമിജിയുടെ ഈ ഡിസ്കോഴ്സ് സീരീസിനിട്ട പേര് ദ ആർട്ട് ഓഫ് മാൻ മേക്കിംഗ് എന്നാണ്. മനുഷ്യ നിർമ്മാണ കല. മനുഷ്യനെ നിർമ്മിക്കുന്നത് തന്നെയാണ്. മനുഷ്യനെ നിർമ്മിക്കപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ. ആ നിർമ്മിക്കലാണിത്. ഗീത അതാണ് നമ്മളെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരാൻ പോകുന്ന ഈ 20 ഗുണങ്ങൾ, മൂല്യങ്ങൾ ജ്ഞാനത്തിൻ്റേത്, ഇത് പറഞ്ഞതുപോലെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കേണ്ട ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ നമ്മളിങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ച് അവസാനം മനസ്സലിഞ്ഞ് എന്തോ തരുമെന്ന് അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളോട് പറയുന്നു, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ അതെല്ലാം ശുദ്ധ ഉടായിപ്പാണ് എന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട, സംശയം വേണ്ട. നിങ്ങളിങ്ങനെ പ്രതീക്ഷിക്കും, അത് നല്ലത് തന്നെ, പ്രതീക്ഷിച്ചോളൂ. അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വഴിപാടുകൾ നടത്തിയത് കൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കുമെങ്കിൽ ഇവിടെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു ലോജിക്ക് നമ്മൾ ആലോചിച്ചാൽ പോരെ. ഈ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ സർക്കാർ ഓഫീസിലൊക്കെ ഇരിക്കുന്ന ഒരു കൈക്കൂലിയിൽ ആർത്തി പൂണ്ട ഒരുത്തൻ്റെ മാനസികാവസ്ഥയുള്ള ഒരാളാണോ നമ്മളിൽ നിന്ന് ഈ ലൊട്ടിലൊടുക്ക് മേടിക്കാൻ? ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വിധാതാവല്ലേ, ഇതിൻ്റെ മുഴുവൻ ഉടമയാണ്. അങ്ങനെയാണല്ലോ ഈശ്വരൻ എന്നുള്ള സങ്കല്പം. നമ്മളെക്കാൾ ദാരിദ്ര്യവാസിയാണോ? അങ്ങനെ ഒരു ദരിദ്രനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? നിങ്ങൾ ഈ കൊടുക്കുന്ന പഴം കൊണ്ടോ അല്ലെങ്കിൽ പൂ കൊണ്ടോ, നിങ്ങളിപ്പോൾ വെണ്ണ കൊടുത്തു, അല്ലെങ്കിൽ സ്വർണം കൊടുത്തു, വജ്രം കൊടുത്തു, കിരീടം വെച്ച് കൊടുത്തു, ഇതൊക്കെ എന്താന്നേ ഗോരിവസ്ത്രക എന്ന് പറയും, പശുവിൻ്റെ കഴുത്തിലിട്ട മാല പോലെ. നമ്മൾ കെട്ടണ സ്വർണത്തിൻ്റെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആനയ്ക്ക് നെറ്റിപ്പട്ടൊക്കെ കെട്ടിയതുകൊണ്ട് ആനയ്ക്ക് എന്താ അതൊക്കെ അതിനൊരു ഇറിറ്റേഷനാണ്. അല്ലാതെ ആന അതിന് മൂല്യം കൽപ്പിക്കുന്നുണ്ടോ? നമ്മളാണ് ഇതൊക്കെ മൂല്യം കൽപ്പിക്കുന്നത്. നമ്മുടെ വളർത്ത് നായയ്ക്ക്, വളർത്ത് പൂച്ചയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് അമേരിക്കയിൽ പൂച്ചയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡയമണ്ടിൻ്റെ ലോക്കറ്റ്, ഇത് റിങ്, എന്താ ലോക്കറ്റ്, അതിൽ കഴുത്തിലേ മാല ഡയമണ്ട്. കാരണം അവർക്ക് മേടിച്ചു കൊടുക്കാൻ കുട്ടികളൊന്നുമില്ല, അതുകൊണ്ട് അവരുടെ പൂച്ചയ്ക്ക് ഇട്ട് കൊടുത്തത്. പൂച്ചയ്ക്ക് ഇപ്പം എന്താ, പൂച്ചയ്ക്കുണ്ടോ അതിൻ്റെ മൂല്യം അറിയുന്നത്? അതുപോലെയാണ് നിങ്ങൾ ഈ അമ്പലത്തിൻ്റെ നടയിൽ ദൈവത്തിന് എന്ന് പറഞ്ഞിട്ട് എന്തു വെച്ചാൽ
ആകെ പറഞ്ഞിട്ടുള്ളത് 9-ാം അധ്യായത്തിൽ എന്താ? അതിട്ട് ഇതുവരെ ചെയ്യുന്നുമില്ല. പത്രം, പുഷ്പം, ഫലം, തോയം. പത്രം ഇല, പുഷ്പം പൂ, ഫലം ഫലം തന്നെ പഴം, തോയം ജലം. ഇത് യോമാം ഭക്തിയാ പ്രയച്ഛതി. ആരാണ് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി എനിക്ക് സമർപ്പിക്കുന്നത്? ഭക്തിബഹൃതം അശ്നാമി പ്രയതാത്മന. പ്രിയപ്പെട്ടവൻ്റെ അത് ഞാൻ ഭക്തിയോടുകൂടി സ്വീകരിക്കുന്നു. ഇത്രയേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതെന്താണ്? രാജവിദ്യ രാജഗുഹ്യ യോഗത്തിൽ 9-ാം അധ്യായത്തിൽ പറഞ്ഞതാണ്. രഹസ്യങ്ങളുടെ രഹസ്യമാണ് അത്. ഞാൻ എന്നെ സമർപ്പിക്കലാണ്. ഞാൻ എൻ്റെ ഇന്നലകൾ, ഞാൻ ഇവിടെയൊക്കെ ആയിരുന്നു ഉറങ്ങിയിരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ ഇടം, എനിക്കൊരു സ്പേസ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നാൾവഴികളാണ്. എവിടെയൊക്കെ ഉണ്ടായിരുന്നു? ജലരൂപിയായിട്ട് ഞാനുണ്ടായിരുന്നു, ഇലയിൽ ഞാനുണ്ടായിരുന്നു, പൂവിൽ ഞാനുണ്ടായിരുന്നു, ഫലത്തിൽ ഞാനുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ശാപ്പിട്ടിട്ടൊക്കെയാണേ. അപ്പോൾ ഇതെല്ലാം ഞാൻ കടന്നു വന്ന വഴികളാണ്. ഇതിനെ ഞാൻ സമർപ്പിക്കുന്നത് അറിവാണ്. അതുകൊണ്ടാണ് രഹസ്യങ്ങളുടെ രഹസ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ധർമ്മശാസ്ത്രങ്ങളിൽ ഭഗവാന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിതാണ്. ബാക്കിയുള്ളതെല്ലാം തന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു അതെല്ലാം പൂജയാണെന്ന്. യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വമതർപ്പണം. അപ്പോൾ പ്രത്യേകിച്ച് അർപ്പിക്കാനൊന്നുമില്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത്. നമ്മൾ രാവിലെ ദോശ ഉണ്ടാക്കുന്നു, ഭർത്താവിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, അച്ഛന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി. അതാർക്ക് വേണ്ടി? മതർപ്പണം കുരുഷ്വ, എനിക്ക് അർപ്പിക്കും. കാരണം ഞാനാണ് എല്ലാറ്റിലും കേന്ദ്രമായിട്ടുള്ളവൻ. അവന് മുമ്പർക്ക് എന്ന് പറഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും വേണം? വേണ്ട. എന്ത് മനോഹരമായിട്ടാണ് അതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ സ്വാമി ഈ ക്ഷേത്രങ്ങളൊക്കെ എന്തിനാണ്? ഈ തത്വം നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു സമൂഹത്തിൻ്റെ, മുഴുവൻ സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള വിധത്തിൽ ഉള്ളതാണ്. ഒരു വലിയ ആൾക്കൂട്ടത്തെ, അതും പണ്ട് കാലത്തെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് അതിൻ്റെ വഴികളെല്ലാം തന്നെ. നിങ്ങൾ ആ കാലത്തിൻ്റെ പിറയിലേക്ക് പോയിട്ട് ക്ഷേത്ര സംസ്കാരത്തെക്കുറിച്ചും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ വലിയൊരു ആൾക്കൂട്ടത്തെ ക്ഷേത്രം അഡ്രസ്സ് ചെയ്തിട്ടില്ല. അത് വളരെ എന്താ പറയുക, ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളെ അവിടെ വരുള്ളൂ. മിക്കവാറും നമ്മുടെ കേരളത്തിലേക്ക് വലിയ മഹാക്ഷേത്രങ്ങൾ പറയുകയാണെങ്കിൽ രാജാക്കന്മാരുടെ അവരുടെ പൂജാമുറി പോലെ അവരുപയോഗിച്ചിരുന്നതാണ്. അത് ആ ദേശത്തിൻ്റെ മുഴുവനായിരുന്നു എന്ന് വിചാരിച്ച് ദേശത്തുള്ള മുഴുവൻ ആളുകൾ കാണില്ല. ആകെ ആളുകൾ കാണുക എപ്പോഴാണ്? ആറാട്ടിനാണ് ആളുകൾക്ക് കാണാനുള്ള സൗകര്യമുള്ളത്. ആറാട്ടിനായിട്ട് ദേവൻ ആറാട്ട് കുളിക്കാൻ വേണ്ടി ആറാട്ട് പുഴയിലേക്ക് പുറത്തേക്ക് വരും ഉത്സവത്തിന്, വർഷത്തിലൊരിക്കൽ. ആ സങ്കല്പം തന്നെ അങ്ങനെയാണ്. ദേവൻ മറ്റു ജനങ്ങളെ കാണാൻ വരുന്നു എന്നുള്ള സങ്കല്പമാണ്. അപ്പോഴാണ് ആളുകൾ കാണുക. അത് ഇത്ര ദൂരെയൊക്കെ നിന്നിട്ട് ആളുകൾ കാണും. അങ്ങനെയൊരു സങ്കല്പം. പിന്നെ ചിലയിടത്ത് പുറത്ത് ശിവേലിക്ക് വരുന്ന സമയത്ത് ആ ശിവേലി എഴുന്നള്ളത്ത് നാലമ്പലത്തിനകത്ത് നടക്കുമ്പോൾ പുറത്ത് നടയിൽ നിന്ന് ദൂരെ നോക്കി തൊഴും. അത്രയാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിന്നിട്ടാണ് ഇതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയല്ല. അപ്പോൾ ആരാധനാലയത്തിൽ പോകണമെന്നൊന്നുമില്ല. ഇതാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈശാവാസ്യം ഇതം സർവം എന്ന് പറഞ്ഞാൽ ഇതില്ലാത്തതായിട്ടുള്ളൊരിടം ഇല്ല. എല്ലായിടത്തും ഇതുണ്ട്, ഈ സത്യം, ഈശ്വരൻ. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നമ്മൾ അതിനുവേണ്ടി പോകുമ്പോൾ ആ ശ്രമം കുറച്ചും കൂടെ നന്നാവും. ഇപ്പോൾ വീട്ടിൽ തന്നെ എക്സസൈസൊക്കെ ചെയ്താൽ പോരെ എന്ന് വെച്ചാൽ മതി. നല്ല ശ്രദ്ധയുള്ള ഒരാൾക്ക് അത് മതി. അതല്ല ജിമ്മിൽ പോയാലോ, അവിടെ പോയാൽ നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാകും. കാശ് അങ്ങോട്ട് കൊടുത്ത് ഒരു ട്രെയിനറെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പോയിക്കോളും. മറ്റേതാകുമ്പോഴോ സാധനമൊക്കെ പല വീടുകളിലുണ്ടല്ലോ.
പല പല സാധനങ്ങൾ, ത്രെഡ്മില്ലുണ്ട്, ജിമ്മിൻ്റെ എക്യുപ്മെൻറ്റ്സ് പലതും ഉണ്ട്. പക്ഷേ അവർ ചെയ്യാറുണ്ടോ ചോദിച്ചാൽ ഇല്ല. തുടക്കത്തിൽ 2 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ പൊടിയൊക്കെ പിടിച്ച് ആളൊക്കെ കാണാൻ നല്ല പാകത്തിന് ഇരിക്കുക. വീട്ടിലെ ജിമ്മ്. ഈ വീടുണ്ടാക്കുന്ന സമയത്ത് കുറച്ച് എന്താ പറയുക, ധനവും കാര്യങ്ങളും ഒക്കെ ഉള്ളവനാണ്. അപ്പോൾ ആർക്കിടെക്റ്റ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കും. ഇത് സാറിൻ്റെ ഓഫീസ്, ഇപ്പുറത്ത് ജിമ്മ്, അവിടെ പൂള്, മറ്റത് മറിച്ചത്, ഇതെല്ലാം ഉണ്ട്. ഒക്കെ പൂളിൽ ഇയാൾ ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം ഇതുപോലെ അതിൻ്റേതായിട്ടുള്ള കേന്ദ്രങ്ങളിൽ പോയാൽ നമുക്കെന്താണ്, നമ്മളത് അതുമായിട്ട് അതിന് കൂടുതൽ പ്രേരിപ്പിക്കപ്പെട്ടവരായിത്തീരും. ഇവിടെ അതുപോലെ ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അതുമായിട്ട് താതാത്മ്യപ്പെടും. പിന്നെ അവിടെയുള്ള പലതും നമ്മളെ അതിന് പ്രേരിപ്പിക്കുന്നതുമാണ്. ഏതായാലും ക്ഷേത്രം മനുഷ്യ ശരീരത്തെ തന്നെ ക്ഷേത്രമായി അവതരിപ്പിച്ചു, വിസ്തരിച്ച് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കണ്ടതാണ്. അപ്പം എങ്ങനെയാണ് ആ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ, അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിനുള്ള തടസ്സങ്ങളൊക്കെ, എത്ര മതിൽക്കെട്ടുകൾ കടന്നു പോകേണ്ടതുണ്ട്, എല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഉപനിഷത്തിലെ കഠോപനിഷത്തിലെ ഇന്ദ്രിയാണി വരെ എന്താ പറയുക, ആത്മാനം രതിനം വിദ്ധി തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ ഇനി ഇതിന് തടസ്സമായി നിൽക്കുന്ന, അനുകൂലമായിട്ടുള്ളത് മനസ്സിലാക്കുമ്പോൾ തടസ്സമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. 20 ലക്ഷണങ്ങൾ, ജ്ഞാനത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഭഗവാൻ പറയും. നമുക്ക് നോക്കാം. 13-ാം അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകം. അമാനിത്വമദംഭിത്വം അഹിംസാ ക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമാത്മവിനിഗ്രഹഃ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാര ഏവ ച ജന്മമൃത്യുജരാവ്യാധി ദുഃഖദോഷാനുദർശനം അസക്തിരനഭിഷ്വംഗഃ പുത്രദാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു മയി ചാനന്യയോഗേന ഭക്തിരവ്യഭിചാരിണീ വിവിക്തദേശസേവിത്വം അരതിർജനസംസദി അധ്യാത്മജ്ഞാനനിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഏതത് ജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യതതോന്യഥാ. ഏതത് ജ്ഞാനം ഇതി പ്രോക്തം, ഇതെല്ലാം ജ്ഞാനമെന്ന് പറയപ്പെടുന്നു. ഇതിൽ നിന്ന് യത് അന്യത തത് അജ്ഞാനം, ഇതിൽ നിന്ന് അന്യമായതെല്ലാം അജ്ഞാനം. അപ്പം ജ്ഞാനത്തെ 20 ഗുണങ്ങളെ പറഞ്ഞിട്ട് പറയുക, ഇതിൽ നിന്ന് അന്യമായത് എന്തൊക്കെയാണോ അതെല്ലാം അജ്ഞാനമാണ്. ഇതിൻ്റെ നേരെ വിപരീതങ്ങളായിട്ടുള്ളത് എന്തൊക്കെയാ പറയുന്നത്? ആദ്യം പറയണു അമാനിത്വം. അമാനിത്വം എന്ന് പറഞ്ഞാൽ അമാനിതോ ഭാവഃ ഇതി അമാനിത്വം. സ്വയം ഞാൻ മാനിയാണ് എന്ന ഭാവം ഇല്ലായ്മ. ഞാനൊരാളിവിടെ ഇരിക്കുമ്പോൾ എന്നോടൊരു വാക്ക് ചോദിക്കാതെ ഞാനെന്ത് ചായ അടിക്കാൻ വന്നവനോ ഇവിടെ എന്തൊക്കെയാണപ്പോൾ? അല്ല, ഞങ്ങളങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല സാറേ, ചേട്ടാ, മാമ. എന്നാലോ എനിക്ക് നിങ്ങളുടെ അത്ര വിദ്യാഭ്യാസം ഇല്ലായിരിക്കാം. അതെങ്കിലും സമ്മതിച്ചല്ലോ. കാശും ഉണ്ടാവില്ലായിരിക്കും. ഇല്ല, എൻ്റെ കയ്യിൽ അത്ര കാശൊന്നുമില്ല. പക്ഷേ എൻ്റെ മാനമുണ്ടല്ലോ, അതിന് തൊട്ട് കളിക്കാൻ ഞാൻ ഒരുത്തനിവിടെ അനുവദിക്കില്ല. എൻ്റെ പൊന്നു സാറേ, അത് വേണ്ടാന്നാ ഭഗവാൻ പറയണം. എന്ത്? മാനി അല്ലാതെ ഇരിക്കുക. ഇപ്പോൾ ഒരാൾക്ക് നമ്മളെ
ഇന്നതിന് വിളിക്കണം, വിളിക്കണ്ട, നമ്മളോട് പറയണ്ട. നമ്മളൊരു പ്രാധാന്യമുള്ള ഒരാളല്ല. നമ്മുടെ സാന്നിധ്യം അവരാഗ്രഹിക്കുന്നില്ല. അത് കുടുംബത്തിൽ വളരെ പ്രിയപ്പെട്ട ആൾക്കാരായിരിക്കാം. നിങ്ങളത് മനസ്സിലാക്കുക, ബസ് അത്രയേ ഉള്ളൂ. എൻ്റെ സാന്നിധ്യം അവരാഗ്രഹിക്കുന്നില്ല, അവരുടെ പ്രാരബ്ധം, അത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റവരൊക്കെ ചോദിക്കും, ചിലരൊക്കെ, അല്ല അതെന്താ നിങ്ങളെ വിളിച്ചില്ലേ? നിങ്ങളല്ലേ അവിടെ താലി എടുത്തു കൊടുക്കേണ്ട ആൾ, നിങ്ങളല്ലേ വിളക്ക് പിടിക്കേണ്ട ആൾ, നിങ്ങളല്ലേ ഇന്ന് ചെയ്യേണ്ട ആൾ. അതായത് എന്നൊക്കെ പറഞ്ഞ് പിരികേറ്റാൻ ഓരോരുത്തർ. അങ്ങനെ അതെയോ, അങ്ങനെ ഉണ്ടാവും. ആഹാ, അങ്ങനെ ചോദിച്ചാൽ മതി. നമ്മളിത് അവരെ ഫേസ് ചെയ്യും, എങ്ങനെ ഫേസ് ചെയ്യും, ഇവരൊക്കെ ഇങ്ങനെ ചോദിക്കില്ലേ, അങ്ങനെ ചോദിക്കില്ലേ. ഇവരൊക്കെ ചോദിക്കട്ടെ, ചോദിക്കാനുള്ള അവസരത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കും. അങ്ങനെയാണല്ലേ? ഓ ശരി. അപ്പോൾ അതെന്താ നിങ്ങൾ പോകുന്നില്ലേ? ഇല്ല, ഞാൻ പോകുന്നില്ല. അതെന്താ? അവരെന്നെ വിളിച്ചിട്ടില്ല. അതെന്താ വിളിക്കാത്തത്? എൻ്റെ സാന്നിധ്യം അവിടെ ആവശ്യമുണ്ട് എന്ന് അവർക്ക് തോന്നിയിട്ടില്ല. അതിനിപ്പോൾ എന്താ കുഴപ്പം? അതിന് കുഴപ്പമൊന്നുമില്ല എന്നേ. അല്ല, നിങ്ങൾക്ക് വിരോധമുണ്ടോ? എനിക്കെന്തിനാ വിരോധം? എനിക്ക് അത്രയും സമാധാനം, അത്രയാണ്. അവിടെ പോകണ്ടല്ലോ. പല കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ, വീട്ടിലെ കാരണം ഒരു ഭിക്ഷ ചോദിക്കാൻ അവിടെ ഒരാൾ വന്നപ്പോൾ അവിടുത്തെ വേലക്കാരി മുറ്റടിച്ച് വരുമ്പോൾ അവരുടെ അടുത്തേക്കാണ് വന്നിട്ട് ചോദിക്കുന്നത്. ഇവിടെ അവർ പറഞ്ഞു, ഇവിടെ ആരുമില്ല, ഒന്നുമില്ല, പൊയ്ക്കോളും. അവർക്കറിയാം അവിടുത്തെ സ്ഥിതി അതാണെന്ന്. അപ്പോൾ ഇവിടെ ആരുമില്ല, ഒന്നുമില്ല, പൊയ്ക്കോളൂ എന്ന് പറയുമ്പോഴാണ് കാരണം ഒരു ഈ പറഞ്ഞ മാനി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ആരോ അങ്ങനെ തിരിഞ്ഞ് നടക്കണു. ആരാ അത്? അപ്പോൾ അവർ തിരിഞ്ഞു നിന്നു. അപ്പം ഇങ്ങനെ ഒന്ന് തൊഴുതു വരിക. ഓ, വിളിച്ചു. അപ്പോൾ അവർക്കൊരു പ്രതീക്ഷയായി. അവർ ദേഷ്യത്തോടു കൂടി ഈ ജോലിക്കാരിയെ നോക്കുകയും ചെയ്തു. ജോലിക്കാരിക്ക് അറിയാം എന്താ സംഭവിക്കാൻ പോണം. ജോലിക്കാരിയോട് ചോദിച്ചു, ആരാ അത്? എന്താ? അല്ല, എന്തെങ്കിലും സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാ. എന്താ, നീ എന്താ പറഞ്ഞത്? പറഞ്ഞു, ഒന്നുമില്ല, പിന്നെ വരൂ, പോയിക്കോളൂ. അവരൊരു മയത്തിൽ പറഞ്ഞു. അത് പറയാൻ നീ ആരാ? അപ്പോഴൊക്കെ ഇയാൾക്ക് പ്രതീക്ഷ കൂടി. എന്നിട്ട് മൂപ്പര് ഡയറക്റ്റ് ചോദ്യം, എന്താ വന്നത്? സാറേ, എന്തെങ്കിലും തരണം. ഒന്നുമില്ല, പോയിക്കോളുക. അതെ, അത് ഞാൻ പറയുമെന്ന് പറയും, പോവുക. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഞാനാണ് ഇതിൻ്റെ ഒരു ഫൈനൽ മാത്രമല്ല, തുടക്കവും ഞാനാണ്. തുടക്കവും ഒടുക്കവും ഞാൻ പറയും എന്തു വേണം എന്ന്. ഈ വീട്ടിൽ ഞാൻ പറയും. ചില വീട്ടിലൊക്കെ അങ്ങനെയാണ്, ഭയങ്കരമാണ്. ഈ കൂട്ടുകുടുംബത്തിലൊക്കെ ഇത് വലിയതാണ്. ഇപ്പോൾ വെള്ളം വെട്ടിത്തിളയ്ക്കുന്നു, അരി ഇടണം. ആരാ അരി ഇടേണ്ടത്? അരിയുടെ അളവ് പറയേണ്ടത്, എത്ര അരി ഇടണം, എന്താ ഏതാന്നൊക്കെ അവിടെയുള്ള വലിയവരുണ്ട്. അവിടുത്തെ അമ്മൂമ്മയായിരിക്കും. അവരോട് ചോദിക്കാതെ അരി ഇട്ട് കഴിഞ്ഞാലോ? നിന്നോട് ആര് പറഞ്ഞു? ഇപ്പം എനിക്ക് വയ്യായൊന്നുമില്ല, കിടക്കട്ടെ, ഇല്ലാതെ ആവട്ടെ, അപ്പം ചെയ്യാം. ഇത് മതിയേ. ചോദിക്കാതെ വെള്ളം വെട്ടി തിളയ്ക്കുന്നുണ്ടല്ലോ എന്ന് കരുതി അവർക്കറിയാം ഏകദേശം ഇത്ര ആളുകളാണ് ഊണ് കഴിക്കാനുള്ളത്. അതിനനുസരിച്ചിട്ട് അവരിട്ടു. പക്ഷെ അത് പ്രശ്നമായി. ഇങ്ങനെ അരവ് ഇത്ര പോരാ. നിന്നോട് ആരാ ഇത് എടുക്കാൻ പറഞ്ഞത്? ഞാൻ നോക്കും വന്നിട്ട് അരവ് എത്ര മതിയോ പോരേ. അല്ല, ഇഡലിക്കുള്ളതല്ല ഇത്ര പോരെ. അതാര് പറഞ്ഞു തീരുമാനിച്ചു ഇഡലിയാണെന്ന്? ഇങ്ങനെ തുടങ്ങി അരവ് ഇഡലിക്ക് വേണോ ദോശയ്ക്ക് വേണോ, അരി ഇത്ര ഇടണോ, വെണ്ടയ്ക്കയ്ക്ക് നീളം ഇത്ര വേണോ, കുറച്ചുകൂടെ വേണോ, ഇതേതൊക്കെ എവിടെയൊക്കെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ചു കിടക്കുന്നവരുടെ ശവപ്പെട്ടിക്ക് അകത്ത് കയറി കിടക്കാൻ തോന്നും. എന്തിന്? ഫോട്ടോ എടുക്കാൻ. സർവ പ്രാഞ്ചിയേട്ടന്മാരുടെ കാര്യത്തിലാണ് ഈ അമാനിത്വം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രാഞ്ചിയേട്ടനാകാതിരിക്കുക. എവിടെയും
ക്യാമറയൊക്കെ ഇങ്ങനെ വരുമ്പോഴേക്കും തള്ളി മാറ്റി കണ്ടിട്ടില്ലേ? തള്ളി 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 ചില ഉദ്ഘാടനത്തിന് വിളക്ക് എത്തിക്കുമ്പോഴൊക്കെ അങ്ങനെ ഭയങ്കര തള്ളലാണ്. കാരണം നമ്മളെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളവിടെ പോയിണ്ടായിരുന്നില്ലേ? നിങ്ങളെ കണ്ടില്ലല്ലോ. അപ്പോൾ നാട്ടുകാരെ എന്നെ കാണണം. ആ ചിന്തകളെല്ലാം എന്താണ്? ജ്ഞാനത്തിൻ്റെ തടസ്സമായിട്ട് ആദ്യം തന്നെ പറയുന്നു. അമാനിത്വം അമാനിതഃ ഭാവഃ. ഞാൻ മാനിയാണ് എന്ന ഭാവം ഇല്ലാതെ ഇരിക്കുക. അഭിമാനം വിട്ടിട്ടൊന്നും ഞാൻ ഒരു കളിയും കളിക്കൂല. എൻ്റെ തറവാട് ഏതാണെന്നാ വിചാരം? പേര് കേട്ട തറവാട്ടുകാരാ. 4 ആന 4 വീടിൻ്റെ, ഞങ്ങളെ തറവാടിൻ്റെ 4 ഭാഗത്തുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴോ ഇങ്ങനെയുള്ള ചിലരൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ജാതി തള്ളലാണ്. തള്ളി 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 ആരായിരുന്നു ഞങ്ങൾ? ഈ ഭൂമി മൊത്തം ഞങ്ങളുടേതായിരുന്നു. ഇങ്ങനെ തള്ളാതെ ഇരിക്കുന്ന ഒരുത്തൻ മാനിയല്ലാതെ ഇരിക്കുക. അമാനിത്വം. മാനി എന്ന ഭാവം പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഒരു വീട്ടിൽ ചെറിയൊരു കാര്യം ചെയ്യുന്നതിൽ മുതൽ നമുക്ക് കാണാം. ഇതിൻ്റെ വ്യാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയാണ്. അത് രാഷ്ട്രത്തിൻ്റെ അധിപന്മാരായിട്ടുള്ള രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയിട്ട് താഴേക്ക് വരുന്നവരിലും സാധാ ഒരു താഴെ ഗൃഹത്തിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചും ഈ മാനിത്വം നമുക്ക് കാണാൻ പറ്റും. ആ അമാനിത്വമോ അതും നമുക്ക് കാണാൻ പറ്റും. അതാ ഒരുപാട് പേരുണ്ട്. നമ്മളിപ്പോൾ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല. രണ്ട് എക്സ്ട്രീമിലും ഉണ്ട് ഉദാഹരണങ്ങൾ. നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മളിതിപ്പോൾ മറ്റുള്ളവരെ നോക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലല്ലോ. നമ്മളിൽ ഓരോരുത്തരിലും ഇതുണ്ടോ? എവിടെയൊക്കെ ഉണ്ട്? എവിടെയൊക്കെ എന്നെ ഹേർട്ട് ചെയ്യുന്നു? അതാണ് പ്രധാനം. അത് നമ്മളത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അതൊരു ഭയങ്കര ഒരു സംഗതിയാണ്. ഹേർട്ട് ചെയ്തു അത് അവരതിനെ എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ സംഭവം നിങ്ങളോട് പറയുമ്പോൾ ഈ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പബ്ലിക്കായിട്ട് ആളുകൾ കാണുകയും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്നറിയോ? ഈ അമാനിത്വത്തെയാണ്. ഒരു ഇൻസിഡൻറ്റ് നിങ്ങളോട് പറയാം. 2 പേരും നമുക്ക് പ്രിയപ്പെട്ട ആളുകളാണ്. ആരാണ്? കേരളത്തിൽ ഒരു വിവാദവും ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയൊക്കെ ഉണ്ടായത്. പണ്ഡിറ്റ് രമേശ് നാരായണൻ. അദ്ദേഹം നമുക്ക് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. നല്ല സൗഹൃദമാണ്. ഇവിടെ ആശ്രമത്തിലൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകള്, വൈഫ്, അവരെയൊക്കെ നമുക്കറിയാം. പണ്ഡിറ്റ് ജസ്രാജിൻ്റെ ശിഷ്യനും കൂടിയാണ്. കേമനാണ്. പക്ഷേ ചില സമയങ്ങളിൽ ചില എന്താ പറയുക അബദ്ധങ്ങളോ എന്തെങ്കിലുമൊക്കെ മനുഷ്യ സഹജമാണ്. അതൊക്കെ ആസിഫ് അലിയെ അവാർഡ് കൊടുക്കുന്ന ആ സമയത്ത്, അപ്പോൾ ആസിഫ് അലി പറഞ്ഞ പോലെ ഒരു സെലിബ്രിറ്റിയാണ്, 2 സെലിബ്രിറ്റികളാണ്. അപ്പോൾ പബ്ലിക്കായിട്ട് ഒരാളെ അവമാനിച്ചു എന്ന് മറ്റുള്ളവർക്കൊക്കെ തോന്നാം. പക്ഷേ ഈ ആസിഫ് അലി എന്ന് പറയുന്ന ആൾ അതിനെ എങ്ങനെയാണ് എടുത്തത്? അയാൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അയാൾക്ക് അങ്ങനെ ഹേർട്ട് ചെയ്താൽ മാത്രം അവിടെ ആകെ ചമ്മിയ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കൊക്കെ പോവും. പക്ഷെ അയാൾ അങ്ങനെ അതില്ല. അത് ഭയങ്കര ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തു. പിന്നെ 2 പേരും അദ്ദേഹം തന്നെ അതിന് മറുപടി പറയും. പിന്നീടുള്ള മറുപടി പറയലിലും നാട്ടുകാർ മറ്റുള്ളവരൊക്കെ കുറച്ച് ഇദ്ദേഹത്തിനൊക്കെ എതിരായിട്ടൊക്കെ എല്ലാവർക്കും നമുക്കൊക്കെ വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ ആസിഫ് അലി അതിനെ ചിരിച്ച് വളരെ മനോഹരമാക്കി അതിനെ ഹാൻഡിൽ ചെയ്തു.
പിന്നീട് ഇവർ രണ്ടുപേരെയും നമ്മൾ കാണുന്നത് ഈ അടുത്ത് പെരുന്നാളിൻ്റെ ഒരു CM-ൻ്റെ നേതൃത്വം, സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി നടത്തിയപ്പോൾ അവിടെ അപ്പോഴുണ്ട് കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങളോട് ഞാൻ എന്താ പറയാന്നൊക്കെ പറയും. നമ്മളെ ഹഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഇട്ടിരുന്നു. നമുക്കിഷ്ടപ്പെട്ട നടനും കൂടിയാണ്, നല്ലൊരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ ഈ അമാനിത്വം ഉണ്ടെങ്കിൽ അത് അത് ഉണ്ടെങ്കിൽ അത് എവിടെയും അത് പ്രകടമാകും. നമുക്കങ്ങനെ തോന്നില്ല നമ്മളെ ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ. നമ്മളോട് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഈ സ്വാമി ഈ ചാനൽ ചർച്ചയിലൊക്കെ പോകുന്ന സമയത്ത് ചിലരൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും സ്വാമി എന്താ ഇങ്ങനെ ചിരിച്ചിരിക്കുന്നത്, രണ്ട് കൊടുക്കാൻ തോന്നില്ലേ? എന്തിന്? നമ്മൾ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നമുക്കിതൊക്കെ പരീക്ഷിക്കാൻ നമുക്ക് അവസരം കിട്ടുമ്പോൾ എന്തൊരു സമാധാനമാണെന്നറിയോ. അങ്ങനെ അവിടെ ഇരുത്തിയില്ല ഇവിടെ ഇരുത്തിയില്ല, നമ്മളല്ലേ മുന്നിലിരിക്കേണ്ടത്, നമ്മളല്ലേ അവിടെ ഇരിക്കേണ്ടത്, എവിടെ ഇരുന്നാൽ എന്താ? അങ്ങനെയൊന്നുമില്ല. ഇതങ്ങോട്ട് പോയി കിട്ടിയാൽ വലിയ സമാധാനമാണ് നമുക്ക്. നമ്മളെന്താണ് എന്ന് നമ്മളറിയുക, അതാണ് ഏറ്റവും പ്രധാനം. അത് ജനങ്ങൾ എന്നെക്കുറിച്ച് ഇങ്ങനെ അറിയണം, എന്നെ ആളുകൾ ഇൻസൾട്ട് ചെയ്തു എന്നുള്ളത് മറ്റുള്ളവർ അത് എന്ത്? അമാനിത്വം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തത് അമാനിത്വം. രണ്ടാമത്തത് എന്താണ്? അദംഭിത്വം. അദംഭിത്വം, ദംഭം ഇല്ലാതിരിക്കുക. തൻ്റെ കർമ്മങ്ങളെല്ലാം തന്നെ ശരിയാണ്, ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കൊന്നും ഒരു വിലയില്ല. ഒന്ന്, അമാനിത്വം എന്ന് പറയുന്നത് എന്താണ്? അത് ബുദ്ധിപരമായിട്ടുള്ളതാണ്. ഈ ദമ്പം എന്താണ്? അത് കർമ്മപരമാണ്. അപ്പോൾ ബുദ്ധിയിൽ ഈ അമാനിത്വം ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ? അദംഭിത്വം ഉണ്ടാവുള്ളൂ, ദമ്പമില്ലായ്മ ഉണ്ടാവുന്നത്. കറക്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവും. അല്ലാന്ന് ഇത് നമുക്കിത് ഇങ്ങനെയല്ല കേട്ടോ, അതിങ്ങനെ തന്നെയാണ്, ഞാൻ നോക്കിക്കോളാം എന്നിട്ടത് തകരാറാക്കി വയ്ക്കും. ഒരു നന്നായി അറിയുന്ന ഒരാൾ തന്നെ പറഞ്ഞു കൊടുത്താൽ പോലും അത് ശരിയാക്കില്ല. അപ്പോൾ ഒന്ന് ബുദ്ധിപരമാണെങ്കിലോ മറ്റത് കർമ്മപരമാണ്. അമാനിത്വം ബുദ്ധിപരമാണെങ്കിൽ അദംഭിത്വം കർമ്മങ്ങളിൽ നമ്മൾ ഈ ഞാൻ ഓൾവേസ് റൈറ്റ്, എനിക്ക് തെറ്റ് പറ്റില്ല, അങ്ങനെ ഒരു അഡമൻ്റായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ നല്ലതല്ല. അല്ല ഇതാരാ ഇത് ഇങ്ങനെയാക്കിയത്? ആര്? ഞാനല്ലല്ലോ, ഇത് വേറെ ആരോ വന്നിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചതാ. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ എന്താണെന്നറിയോ, നമ്മൾ അധികം ആർഗ്യുമെൻറ്റിന് പോവാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നോ ആർഗ്യുമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ എന്താണെന്നറിയോ, സമാധാനം ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഈ ദമ്പികളോട് ആർഗ്യുമെൻറ്റിന് പോവുക എന്ന് പറഞ്ഞാൽ ഒരു വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ദമ്പം ഇല്ലാതെ ഇരിക്കുക, അദംഭിത്വം. അമാനിത്വം, അദംഭിത്വം. പിന്നെയോ അഹിംസ, പരമോധർമ്മ എന്നാണ്. അഹിംസ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. 20 ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ചൊല്ലുമ്പോൾ ചൊല്ലി എന്നുള്ളതേ ഉള്ളൂ. ഒരുമിച്ച് നമുക്ക് നോക്കാം നാളെ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.